അന്റോണിയൻസ് എക്സലൻസിയ 2024 എന്ന ധന്യമായ ഈ മഹാസംഗമത്തിൻ്റെ വേദിയിൽ സന്നിഹിതനായിരുന്നുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ഇതിൻ്റെ ചെയർമാൻ ശ്രീ ബെന്നി തോമസ്, നമ്മുടെ എല്ലാം അഭിമാനമായ ഈ കോളേജിൻ്റെ ദാർശനികനായ ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ്, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ കൂടിയായ ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റിൻ, നമ്മുടെ ഈ സമീപത്ത് തന്നെയുള്ള തിരുവനന്തപുരം കൊറോന ദേവാലയത്തിൻ്റെ ഇടവകയുടെ വികാരിയച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ താഴത്ത് വീട്ടിലച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് പഴപ്പിനടിച്ചൻ, പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് മൈലാടിയച്ഛൻ, മറ്റു ബഹുമാനപ്പെട്ട വൈദികരെ, ശ്രീമതി സുവർണ രാജു പ്രോഗ്രാം കോർഡിനേറ്റർ, ശ്രീ ജോർജ് കൂരമറ്റം PTA പ്രസിഡന്റ്, ശ്രീ ഫിജോമോൻ ജേക്കബ് സെക്രട്ടറി, ഇന്നത്തെ മിന്നുന്ന താരങ്ങളായി നമ്മുടെ എല്ലാം അഭിമാനമായി നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന റാങ്ക് ജേതാക്കൾ അക്സ മരിയ ജോൺസ്, ശിവപ്രിയ ചന്ദ്രൻ, അഞ്ജന അജയ്, ഷഫീന ഷഫീഖ്, ഗൗരി കൃഷ്ണ KS, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, മാധ്യമപ്രവർത്തകരെ, എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഈ അന്റോണിയൻസ് എക്സലൻസിയ 2K24 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നത്. ഒരു വലിയ ദർശനത്തിൻ്റെ വളർച്ചയാണ് ഞാനിവിടെ കാണുന്നത്. ആ ദാർശനികൻ കേരളത്തിലെ സമകാലിക വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധങ്ങളായ സെന്റ് ആന്റണീസ് അക്കാദമിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ അതുല്യമായ സംഭാവനകൾ ചെയ്ത, ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആദരണീയനായ ഡോക്ടർ ആന്റണി നിരപ്പേരച്ചൻ, അദ്ദേഹത്തെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന കാലം അംഗീകരിച്ചതാണ്. ആ ധന്യാത്മാവിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് എന്നീ വിദ്യാ സംരംഭങ്ങളെല്ലാം ഇവിടെ, പ്രത്യേകിച്ചും സെന്റ് ആന്റണീസ് വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ സ്ഥാപനങ്ങളും ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ദർശനത്തെ മനോഹരമാക്കി വളർത്തിയെടുക്കുന്നതിന് ഇതിന്റെ പിറകിൽ അധ്വാനിച്ചവര് ധാരാളം പേരുണ്ട്. ചെറിയ ഒരു തുടക്കമായിട്ടൊക്കെയാണ് ഇതിവിടെ ആരംഭിച്ചത്. ഈ സെന്റ് ആന്റണീസ് കോളേജ് പെരുവന്താനം എന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അകലെ നിന്നുകൊണ്ട് അഭിമാനത്തോടെ നോക്കിക്കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്നാണ് ഇവിടെ ആദ്യമായിട്ട് വരാനിടയാകുന്നതെന്ന കാര്യം നമ്മുടെ ലാലിസൻ സാറ് സൂചിപ്പിച്ചത് സത്യമാണ്. പക്ഷെ ഇതിന്റെ വളർച്ചയെ ഞാൻ വലിയ സ്നേഹത്തോടു കൂടിയും കരുതലോടുകൂടിയും കാണുന്നുണ്ടായിരുന്നു എന്നത് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ കുറച്ച് സ്റ്റുഡൻസിൽ മാത്രം ആരംഭിച്ചിട്ട് ഇപ്പോഴത് 1500 സ്റ്റുഡൻസ് പഠിക്കുന്ന, വളരെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഉയർന്നിരിക്കുന്നു. 11 UG കോഴ്സുകളും 2 PG കോഴ്സസും ഇവിടെയുണ്ട്. ഒപ്പം ഇഗ്നോയുടെ സ്റ്റഡി സെന്റർ. ഇതുകൂടാതെ അഭിമാനകരമായ രീതിയിൽ നാക്കിന്റെ അക്രഡിറ്റേഷൻ, AICTEയുടെ അപ്രൂവൽ, UGC അംഗീകാരം തുടങ്ങിയവയെല്ലാം നേടിയെടുക്കാനായിട്ട് കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ നമ്മുടെ സെന്റ് ആന്റണീസ് കോളേജിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിങ്ങളോട് ചേർന്ന് ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാഞ്ഞിരപ്പള്ളി രൂപത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കാലം പിന്നിട്ട ഒരു രൂപതയാണ്.
കേരളത്തിലെ കത്തോലിക്ക സഭ ഈ കാര്യത്തിലൊക്കെ ചെയ്തിരിക്കുന്ന സംഭാവനകൾ അതുല്യങ്ങളാണ്. രൂപതയുടെ നേരിട്ട് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമല്ലെങ്കിലും രൂപതയിലെ വളരെ പ്രഗത്ഭരായ മിടുക്കരായ ആളുകൾ വിഭാവനം ചെയ്ത് രൂപതയിലെ തന്നെ വൈദികനായിരുന്ന ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ വിഭാവനം ചെയ്ത് ഉയർത്തിയെടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിനെ വലിയ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ രൂപത എന്ന് നോക്കിക്കാണുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വളർച്ച എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് യാഥാർത്ഥ്യമാകുന്നത് എന്ന് ചിന്തിച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ അതിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. നല്ല ചില ദാർശനികർ ഇതിന്റെ പുറകിലുണ്ട്. കാലം ചെയ്ത നിരപ്പരച്ചതിന് ശേഷം അതേ ദർശനം അച്ഛനുള്ള കാലത്ത് തന്നെയും അച്ഛന് ശേഷവും ഏറ്റെടുത്ത് സ്വന്തമാക്കി അതിനെ വളർത്തിയെടുക്കുന്ന വ്യക്തികൾ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല മോഡൽസ് ഉണ്ടാവണം. നോക്കി നടക്കാൻ പാകത്തില് വിജയത്തിന്റെ ആകാശങ്ങളിലേക്ക് എങ്ങനെ ഉയരാം, എങ്ങനെ യഥാർത്ഥ വിജയം കൊയ്തെടുക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മുൻപിൽ ചില മനോഹരമായ മാതൃകകൾ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ഉന്നതമായ ദർശനങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ച് വിജയിച്ചവർ, അങ്ങനെ അവരെ നോക്കി നടക്കാൻ പാകത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരുണ്ടെങ്കിൽ അത് എത്രയും എളുപ്പമാകും ആ നടപ്പ് കാഴ്ച. ഞാൻ നിങ്ങൾക്ക് 2 മോഡൽസിനെ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി നടക്കാനും നിങ്ങൾ എങ്ങനെ വിജയിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വിജയപാത എതിരെ എങ്ങനെ ഏത് വഴിയിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി നടക്കാൻ പാകത്തിൽ അടുത്ത എളുപ്പത്തിലുള്ള 2 പേരെ പറഞ്ഞു തരാം. ആ 2 പേര് ഈ വേദിയിലുണ്ട്. ജീവിതത്തിൽ അർത്ഥവത്തായ വിജയങ്ങൾ ശരിയായ ദർശനം പിന്തുടർന്നുകൊണ്ട് നേടിയെടുത്തവർ, ഇപ്പോഴും കെട്ടടങ്ങാതെ ആ ദർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് അനേകർക്ക് നല്ല വെളിച്ചമായി മാറുന്ന 2 വ്യക്തികൾ. ധാരാളം വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സംരംഭരായ 2 വ്യക്തികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താതെ നിങ്ങൾക്ക് പരിചയമുള്ള 2 വ്യക്തികളാണ് നമ്മുടെ ചെയർമാൻ ശ്രീ ബെന്നി തോമസും ശ്രീ ആന്റണി ജോസഫ് കല്ലമ്പള്ളി. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ അദ്ദേഹം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളു നമുക്കറിയാൻ പറ്റും. ചില ആളുകൾ മുൻപന്തിൽ നിൽക്കുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ എനിക്കൊരു പ്രചോദനം കിട്ടിയോണ്ടാണ് അന്ന് ശ്രീ ബെന്നിയും ലാലിച്ചൻ സാറും ഒക്കെ എന്നെ വന്ന് കണ്ടപ്പോൾ ഗോയക്കട്ട് കൂടെയുണ്ട്, ധൈര്യമായിട്ട് പോകും എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നിയത്. വലിയ പരിചയമൊന്നും എനിക്ക് ശ്രീ ബെന്നിയെ നേരത്തെ ഇല്ല, ലാലിച്ചൻ സാറിനെ ഉണ്ട്. അപ്പൊ ശ്രീ ബെന്നിയെ കുറിച്ച് ഞാൻ പിന്നെ കൂടുതലായിട്ട് അറിഞ്ഞത് പല മാധ്യമങ്ങളിലൂടെയാണ്. പിന്നെ ഇതിന്റെ വിജയം ഓരോന്നോരോന്നായിട്ട് നടക്കുമ്പം അതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, ശക്തനായ ഒരാൾ. തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ദൈവമാണെന്നുള്ളൊരു സംശയമില്ല. ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് തീക്ഷ്ണമായിട്ട് അധ്വാനിക്കുന്ന, സ്വപ്നം കാണുന്ന വ്യക്തികളുടെ പുറകിലുണ്ട്. അതാരൊക്കെ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത്. ബെന്നിയുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്താണെന്ന് ഇനി ഞാൻ പറയണ്ട, അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചു. ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്റെ ജീവിത രഹസ്യം എന്ന് പറയാൻ നെഞ്ചുറപ്പുള്ള ഒരാൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയമക്കളെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് മാതൃകയാക്കാൻ ഞാൻ പറഞ്ഞതിന്റെ 1-ാം പാഠം അതാണ്. ദൈവം തരുന്ന അനുഗ്രഹമാണ്, ദൈവത്തിന്റെ കൃപയാണ് എന്റെ വിജയത്തിന്റെ അടിസ്ഥാന രഹസ്യമെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് പറയാൻ മനസ്സുള്ള, നെഞ്ചുറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് പരസ്യമായിട്ട് 2 അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചു. എന്റെ മാതാപിതാക്കൾ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് ദൈവം ഈ ഭൂമിയിൽ നിയോഗിച്ചിരിക്കുന്നവരാണ്. എന്റെ അമ്മച്ചി, എന്റെ കുടുംബത്തിലെ എന്റെ മാതാപിതാക്കൾ, എന്റെ കുടുംബാംഗങ്ങൾ, അവരെ മറന്നിട്ട് ഞാനൊന്നും ചെയ്യരുത്. വളരെ സ്വാർത്ഥപൂർവ്വം മാതാപിതാക്കളെ മറന്ന് തന്നിഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വിദേശത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ഈ ചുറ്റുപാടുമൊക്കെ കാണുന്ന പലപ്പോഴും മോഹിപ്പിക്കുന്ന വ്യാപാരങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പറക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും തറവാടിനെയും എല്ലാം മറന്നുകൊണ്ട് എവിടെയെങ്കിലും പോയി വിദേശത്ത് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് സ്വാർത്ഥമോഹികളായി പറക്കുന്നവർ. ബെന്നി അത്തരക്കാരനല്ല. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹം സ്വന്തം നാടിനെ മറക്കാതെയും സർവോപരി സ്വന്തം കുടുംബത്തിൽ തന്നെ ആദ്യം സ്നേഹിച്ചുകൊണ്ടും പിന്നെ കുടുംബത്തിന്റെ പരിസരത്തുള്ളവർ എന്നെ ഒത്തിരി ശ്രദ്ധിപ്പിച്ച കാര്യം അതാണ്. അദ്ദേഹം പങ്കുവെച്ചപ്പോൾ പറഞ്ഞതൊക്കെ എന്താ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചിന്തിക്കുന്നതും ജീവിക്കുന്നതും. അതാ ഞാൻ അദ്ദേഹം മോഡലായിട്ട് എടുക്കണമെന്ന് നിങ്ങളോട് പറയാൻ കാരണം. അതുകൊണ്ട് എന്റെ കുടുംബത്തെ സമുദ്ധരിക്കുക എന്നുള്ളത്
എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. 2, എൻ്റെ കുടുംബത്തെ മാത്രം ഞാൻ നോക്കിയാൽ പോരാ, എൻ്റെ പരിസരങ്ങളെ കൂടി വളർത്തണം. അത് പലപ്പോഴും ആരിലും കാണാറില്ല. ഞാൻ മാത്രം എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ പേരും കൂടുതൽ. കൂടി വന്നാൽ എൻ്റെ കുടുംബം എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേര് കാണുമായിരിക്കും. മിക്കവാറും അവിടെ കൊണ്ട് തീരുക. എൻ്റെ കുടുംബ പരിസരങ്ങൾ എന്ന് പറയാനായിട്ട് ആർജവത്വമുള്ള ഒരാൾ നമ്മുടെ മധ്യയെ, നമ്മുടെ ചെയർമാനായിട്ടുണ്ട്. കൊടുക്കുന്നവരുടെ കയ്യടി. എൻ്റെ കുടുംബത്തിന്റെ പരിസരം മാത്രമല്ല, ആ ചുറ്റുപാടുകൾ മാത്രമല്ലാതെ മറ്റു ഗ്രാമപ്രദേശങ്ങള്, എനിക്ക് പിറവി തന്ന ഈ കേരളത്തിന്റെ മണ്ണ്, ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്, ഇവിടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന് ഉയർന്നെത്തിയപ്പോൾ അതുപോലെയുള്ള ഇതര ഗ്രാമങ്ങളും മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയും ഒരുപാട് ആളുകൾ എന്റെ സഹായം അർഹിക്കുന്നവരുണ്ട്. ഇന്ന് എനിക്ക് സഹായിക്കാൻ പറ്റും, ഞാൻ അവർക്കും കൂടെ വേണ്ടിയുള്ളവനാണ്. അല്ലെങ്കിൽ ഈ ജീവിതം എന്തിന് എന്നൊരു ചോദ്യം അദ്ദേഹം ഇവിടെ ചോദിച്ചു അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം ദൈവം എനിക്ക് തന്നത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ ചോദ്യം നിങ്ങളെ സ്വാധീനിക്കണം. അങ്ങനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ അവരെന്നെ സഹായിക്കാനും കരുതാനും പറ്റുന്നില്ലെങ്കിൽ എന്തു ഈ ജീവിതം എന്നൊരു ചോദ്യം. അതുകൊണ്ടാണ് അദ്ദേഹം മോഡലാണെന്ന് ഞാൻ പറയാൻ കാരണം. 2ാമത് നിങ്ങൾക്ക് തന്ന ഒരു മോഡൽ നമ്മുടെ ബഹുമാനപ്പെട്ട ലാലിച്ചൻ സാർ. ലാലിച്ചൻ സാറിനെ എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. ആനക്കല്ലുകാരൻ, കല്ലമ്പള്ളി കുടുംബത്തിലെ അംഗമാണ്. ഒത്തിരിയേറെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ സംഭാവനകൾ ചെയ്ത കുടുംബമാണ് കല്ലമ്പള്ളി കുടുംബം. ഇത് മാത്രമല്ല, ലാലിച്ചൻ സാർ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവാനുഗ്രഹം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരാളാണെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ടൈം ടേബിളിനെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ബെന്നി ഇവിടെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുക? വാസ്തവത്തിൽ ഇത് സാധാരണ രീതിയിൽ വളർന്നു വന്നൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പക്ഷെ എങ്ങനെ ഇവിടെ വരുന്ന കുട്ടികൾ ഏറ്റവും വലിയ ഹൈ ഇന്റലിജൻസ് ഉള്ളവരാണെന്ന് പറയാൻ പറ്റുകയില്ല. സാധാരണക്കാരായ കുട്ടികളാണ്. ഇപ്പൊ സാധാരണക്കാരായ കുട്ടികൾ എങ്ങനെ ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ഇവിടുന്ന് വിജയം വരിച്ചിറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകില് ദൈവത്തിലുള്ള ആശ്രയബോധവും കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫർട്ടും. അതാണ് ഉന്നതമായ ഒരു ദർശനം, ദൈവത്തിലുള്ള ആശ്രയബോധം, നിരന്തരമായ പരിശ്രമം. അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ പ്രിയപ്പെട്ട ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആ കമ്മിറ്റ്മെന്റ് മാത്രമാണ് ഇത്രയും അധ്യാപകരെ ഇവിടെ ചേർത്ത് നിർത്തി ഇത്രയേറെ പ്രചോദനപരമായ രീതിയിൽ എല്ലാവരെയും ഒരു വലിയ കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് മുൻപോട്ട് നയിക്കാൻ കഴിയുന്നത് എന്നതിന് സംശയമില്ല. വളരെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള ഒരു സ്ഥാപനത്തെ നയിക്കുക എന്നതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. സാധാരണ രീതിയിൽ വളർന്നു വന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. അതാണ് അദ്ദേഹം മനോഹരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഇതിന്റെ പരിസരത്തുള്ള മരിയൻ, ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, മരിയൻ കോളേജ് ഒരു വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്, സംശയമൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തന്നെ അഭിമാനമായ മറ്റൊരു സ്ഥാപനമാണ്. സെന്റ് ലൂയിസ് കോളേജ് അതുപോലെ വലിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ഈ പ്രദേശം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതുല്യങ്ങളായ സംഭാവനകൾ ചെയ്യുന്ന ഒരു വലിയ ഒരു മേഖലയായിട്ട് മാറുകയാണ്. കുട്ടിക്കാനം, പെരുവന്താനം തുടങ്ങിയ മേഖലകളൊക്കെ സാധാരണ ഗ്രാമപ്രദേശങ്ങളാണ്. ഒരു കാലത്ത് ഒരു വിലയും നിലയും ഇല്ലാതിരുന്ന, സ്ഥലത്തിന് പോലും വിലയില്ലാതിരുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നതോടുകൂടി എന്തുമാത്രം ഈ പ്രദേശം തന്നെ ഉയർന്നിരിക്കുന്നു. ഈ പ്രദേശത്ത് നിന്നൊക്കെയുള്ള മലയോര മേഖലയിലെ മനുഷ്യര് കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകത്തിന്റെ മേഖലകളിൽ, വിവിധ മേഖലകളിലേക്ക് ഉയർന്ന് വലിയ സംഭാവനകൾ ചെയ്യുന്നവരായി മാറുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരും കരുത്തരുമായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് അഭിമാനത്തോടെ ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സുന്ദരമായ ഒരു സമ്മാനം എന്ന വിധം ഒരു പ്രചോദനപരമായ സന്ദേശം നൽകാനായിട്ട് ഏറ്റവും പ്രഗത്ഭനായ ശ്രീ ജോർജ് കുട്ടി ശ്രീ ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ നോക്കി പഠിക്കേണ്ട ഒരു വ്യക്തിയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്
ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കാമെന്ന് കാലഘട്ടത്തോട് സംവദിക്കുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ മേഖലയിൽ കയ്യിൽ കറവറ്റാത്തവർ അധികം പേരൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ എഞ്ചിനീയറിംഗുകാരനാണ്, എനിക്ക് പണ്ടേ അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കറവറ്റാത്ത, കളങ്കമില്ലാത്ത രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉയർന്നു ശോഭിക്കുന്ന അതുല്യനായ ഒരു പ്രതിഭയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റിൻ. അദ്ദേഹത്തെയും മോഡലായിട്ട് സ്വീകരിക്കാൻ പറ്റും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ ആളുകൾ, ഇനി ധാരാളം മോഡൽസ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. നിങ്ങളുടെ തന്നെ കൂട്ടുകാര്, റാങ്ക് ജേതാക്കളൊക്കെ മോഡൽസ് ആണ്. കാരണം എന്താണ്? അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ വിജയം നേടിയത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് കൂടി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇനി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് തന്നെയാണെങ്കിൽ പോലും നമ്മൾ സ്വപ്നം കാണേണ്ടത് അക്കാദമിക വിജയങ്ങൾ മാത്രമല്ല. ഈ കോളേജിന്റെ ദർശനങ്ങളിൽ ഇത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിശ്വനത്തിനുണ്ട്. അതേസമയം തന്നെ അതൊക്കെ ഉപരിയായിട്ട് സമഗ്രതയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ദർശനം. അടിസ്ഥാനപരമായിട്ട് സമഗ്രതയുള്ള വ്യക്തിത്വങ്ങളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് പൂർണ്ണത? ഏതെങ്കിലും ഒരു മേഖലയല്ല. ഇന്റലിജൻസ് ക്വസ്റ്റ്യന്റ് IQ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ. ഇമോഷണൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യന്റ് EQ അതും ഡെവലപ്പ് ചെയ്യണം. അതും മാത്രം പോരാ. സ്പിരിച്വൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യന്റ് SQ എന്ന് പറയാമെങ്കിൽ അതും. അങ്ങനെ IQ, EQ, SQ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു വ്യക്തിത്വത്തിന്റെ പക്വമായ വളർച്ച ഉണ്ടാകും. അവിടെയാണ് വിജയം. ബുദ്ധി തന്നെ ഉള്ളത് കൊണ്ട് ആരും എങ്ങും എത്തിച്ചേരുകയില്ല. ബുദ്ധി തന്നെ ഉള്ളത് കൊണ്ട് ആർക്കും സംഭാവനകൾ ചെയ്യാൻ പറ്റുകയില്ല ലോകത്തിന്. ബുദ്ധിയോടൊപ്പം തന്നെ വൈകാരിക പക്വതയും കൂടി ഉണ്ടാവണം. ഈ വൈകാരിക പക്വത ഉണ്ടാകണമെങ്കിൽ അതിനൊരു ധാർമ്മികമായ വില ഉണ്ടാവണം. ഈ ധാർമ്മികതയുടെ ഉറവിടം ദൈവമാണ്, ഈശ്വരനാണ്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ ജീവിതത്തിന്റെ കേന്ദ്രമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് സ്പിരിച്വൽ ക്വസ്റ്റ്യന്റ്, ആധ്യാത്മികമായ ഒരു ദർശനം. ഈ ഒരു ഹൃദയവും മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം കൂടെ ചേരുന്നതാണ് മനുഷ്യന്റെ വ്യക്തിത്വം. അങ്ങനെ ഒരു പക്വതയുള്ള വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഈ കാലഘട്ടത്തെ സ്വാധീനിക്കുന്നവരായി മാറുന്നത്, മൂല്യബോധമുള്ളവരായി മാറുന്നത്. മൂല്യബോധമുള്ളവരായി മാറുമ്പോൾ സംസ്കാരത്തെ തന്നെ രൂപീകരിക്കും. ഒരു നല്ല സംസ്കൃതി രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാഴ്ചയുള്ളവരായിട്ട്, വെളിച്ചമുള്ളവരായിട്ട് മാറണം. സെയിന്റ് ആന്റണീസിൽ നിന്നും പുറത്തിറങ്ങുന്ന മക്കൾ, അല്ലെങ്കിൽ ഞാൻ പറയും കാഞ്ഞിരപ്പള്ളി രൂപത വിഭാവനം ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ എല്ലാം വെളിച്ചമുള്ളവരായി മാറും. ഒരുപാട് ഇരുട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ കണ്ടുമുട്ടാൻ വെളിച്ചമില്ലാത്ത ഒരു ലോകം. ഒരു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കഥയാവട്ടെ. ഒരു ഗുരു ഒരിക്കൽ ശിഷ്യഗണങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എപ്പോഴാണ് വെളിച്ചം ഉണ്ടാവുന്നത്? ഒരു ചോദ്യമാണ്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെളിച്ചം, ഇരുളകറ്റുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, ആടിനെ പട്ടിയിൽ നിന്ന് തിരിച്ചറിയാൻ കാലമാകുമ്പോൾ വെളിച്ചമുണ്ട്. മിടുക്കനാണല്ലേ? ആടിനെ നായയിൽ നിന്ന് തിരിച്ചറിയാനുള്ള വെട്ടമുണ്ടെങ്കിൽ വെളിച്ചമായി. എപ്പോഴാണ് പ്രഭാതമാകുന്നത് ഗുരു ചോദിച്ചത്. എപ്പോഴാണ് പ്രഭാതമാകുന്നത്? ആ സമയത്ത് പ്രഭാതമായി. ഉത്തരം ശരിയാണെന്ന് തോന്നിയെങ്കിൽ പോലും ഗുരു നിഷേധിച്ചുകൊണ്ട് തലയാട്ടി. അല്ല. അപ്പൊ വേറൊരു മിടുക്കനായ ശിഷ്യൻ പറഞ്ഞു, മാങ്ങയെ മാതള നാരങ്ങയിൽ തിരിച്ചറിയാൻ വെളിച്ചമുണ്ടാകുമ്പോൾ പ്രഭാതമായി, പ്രകാശം വരുന്നു എന്ന് പറയാൻ പറ്റും. അത് നിഷേധിച്ചുകൊണ്ട് ഗുരു തലയാട്ടി. അപ്പോൾ മറ്റൊരു മിടുക്കനായ ശിഷ്യൻ അല്പം കൂടി ആലോചിച്ചത് പറഞ്ഞു, കുറച്ചുകൂടെ വെളിച്ചം വേണമായിരിക്കും, പോരാ. അതുകൊണ്ടാണ് ഗുരു നിഷേധിച്ചത്. സൂചിയെ മൊട്ടുസൂചിയിൽ നിന്നും തിരിച്ചറിയാനുള്ള കാലമാകുമ്പോൾ നല്ല പ്രകാശമായി, പ്രഭാതമായി, സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞു. ഇപ്രാവശ്യം ഉത്തരം ശരിയാകുമെന്ന് ചിന്തിച്ചെങ്കിലും അതും നിഷേധിച്ചുകൊണ്ട് ഗുരു തലയാട്ടി. പിന്നെ ശിഷ്യന്മാരൊന്നും മണ്ടത്തരങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞില്ല. അവരെല്ലാം നിശബ്ദരായപ്പോൾ ഗുരു അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്നുമില്ല. അടുത്തിരിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ വ്യക്തിയെ എല്ലാം മറന്ന് സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ കാലമാകുമ്പോൾ വെളിച്ചമുണ്ടായി, പ്രഭാതമായി. ഇതാ പ്രകാശം. ഇതിന്റെ പേരാണ് ഉൾവെളിച്ചം. ഈ വെളിച്ചമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഒരുപാട് അരക്ഷിതാവസ്ഥകള്, വർഗീയത, വിഭാഗീയത, ഭീകരവാദങ്ങൾ ഇതൊക്കെ വർത്തമാനമാകുന്ന സമകാലിക കേരള, ഭാരത, ലോക പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കരുത്. ഈ കാലഘട്ടത്തില് വെളിച്ചമുള്ള മനുഷ്യരായിട്ട് അവരെ സഹോദരനായി, സഹോദരിയായി എല്ലാം മറന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു വെളിച്ചം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് കഴിയണം. അവരെ സ്വന്തം സഹോദരനായി, ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി കാണാൻ കഴിയുന്ന ഒരു ഉൾവെളിച്ചം
അത് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടി എന്ന് പറയാൻ പറ്റുക, യഥാർത്ഥ പക്വതയുള്ള വ്യക്തിത്വം ആർജിച്ചു എന്ന് പറയാൻ പറ്റുക. അങ്ങനെയുള്ള മക്കളായിട്ട് സെയിന്റ് ആന്റണീസിന്റെ പടി കടന്ന് നിങ്ങൾ പുറത്തു പോകണം കരുത്തോടുകൂടി എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി അന്റോണിയൻസ് എക്സലൻസ്യ 2024 ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളു.